ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഷവോമിയുടെ ഒരു 32 ഇഞ്ചിൻ്റെ HD റെഡി ആൻഡ്രോയിഡ് TV ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ബാക്ക് ലൈറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. അത് പിക്ചർ കാണാൻ പറ്റില്ല, സൗണ്ട് മാത്രം കേൾക്കാമെന്നുള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ എന്നും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ മൊബൈലിൻ്റെ ഫ്ലാഷോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ് വെച്ചിട്ട് TV ഓൺ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീനിനടുത്തോട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ പിക്ചർ കാണുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ലൈറ്റിൻ്റെ LED ബാക്ക് ലൈറ്റിനെ സംബന്ധിച്ച പ്രശ്നങ്ങളാണ് TVക്ക് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ആ ലൈറ്റ് ഓൺ ചെയ്ത് അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച സമയത്ത് MIയുടെ ലോഗോയും അതുപോലെ ബൂട്ടിംഗ് ആയിട്ട് ആൻഡ്രോയിഡ് എന്നൊക്കെ എഴുതി കാണിക്കുന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ളിൽ ചെറിയ രീതിയിൽ മങ്ങിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ബാക്ക് ലൈറ്റ് കംപ്ലയിൻ്റ് ആണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഈ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ മൊബൈലിൻ്റെ ഫ്ലാഷ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള റൂമിലുള്ള ലൈറ്റുകളോ അല്ലെങ്കിൽ ഹാളിലുള്ള ലൈറ്റുകളോ ഓഫ് ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വിസിബിളായിട്ട് നമുക്ക് ഈ ഒരു അകത്ത് പിക്ചറുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാക്ക് ലൈറ്റിൻ്റെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ലൊക്കേഷൻ വല്ല കൊച്ചിയിൽ കടവന്ത്രയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ TV റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കംപ്ലയിൻറ്റും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഈ കാണുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ടുള്ള കംപ്ലയിൻറ്റുകളൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അയക്കുന്ന സമയത്ത് അതിൻ്റെ മോഡൽ നമ്പർ കൂടെ മസ്റ്റായിട്ട് അയക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയൊരു ഷോർട്ട് വീഡിയോ, ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ ഉള്ള വീഡിയോ കൂടെ അയക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് നിങ്ങൾക്ക് തരാൻ പറ്റും. ഇവിടെ നമ്മൾ അതിൻ്റെ ബാക്ക് കവർ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ LEDക്കുള്ള കണക്ടറിൻ്റെ അവിടെ വോൾട്ടേജ് മെഷർ ചെയ്യുകയാണ്. ഇത്തരത്തിൽ LED ചെക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ വോൾട്ടേജ് റീഡിങ് കാണിക്കുന്നുണ്ട്, അതായത് പ്രസൻ്റ് ആണ്. അപ്പോൾ അതിനർത്ഥം എല്ലാ LEDകളും പോയിട്ടില്ല, അതുപോലെ വർക്കിംഗ് ആണ്. LED നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് ആ ഹോളിൽ കൂടെ TVയുടെ ബാക്കിലുള്ള ഹോളിൽ കൂടെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 51 സംതിങ് ആണ് അതിൻ്റെ റീഡിങ് കാണിക്കുന്നത്, LEDയുടെ വർക്കിംഗ് വോൾട്ടേജ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ കൂടെ ഈ TVയുടെ ബാക്കിലുള്ള ഹോളിൽ കൂടെ നോക്കുന്ന ടൈമിൽ LED വർക്കിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ LED ചെക്കറിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് LEDകൾ വർക്കിംഗ് ആയിട്ട് അതുപോലെ വോൾട്ടേജ് സ്റ്റഡി ആയിട്ടാണ് ഇവിടെ നമുക്ക് പ്രൈമറി നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ വോൾട്ടേജാണ്, അതായത് ബോർഡിൽ നിന്ന് LEDക്കുള്ള ഔട്ട്പുട്ട് എത്ര വരുന്നുണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത്തരത്തിൽ മൾട്ടിമീറ്റർ അതിൻ്റെ 2 പിന്നിലും കണക്ട് ചെയ്തിട്ട് TV ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ അത് ഓൺ ചെയ്ത സമയത്ത് ഒരു 56 റീഡിംഗ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഇത് ചില ടൈമിൽ കൂടിയിട്ടും വരുന്നുണ്ട്, ഒരു 63 വരെ ഇതിനകത്ത് ഔട്ട്പുട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ LED വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പിന്നൊന്ന് റിമൂവ് ചെയ്ത് വീണ്ടും TV ഓൺ ആക്കിയ ടൈമിൽ LED അവിടെ കത്തി നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ചെറിയ ഹോളിൽ കൂടെ TVയുടെ ബാക്കിലുള്ള ഹോളിൽ കൂടെ കാണാൻ പറ്റും LED വർക്കിംഗ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 63 വോൾട്ട് വരെ ഇപ്പോൾ മാക്സിമം അതിനകത്ത് ഔട്ട്പുട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുന്ന ടൈമിൽ LEDകളെല്ലാം വർക്കിംഗ് ആയിട്ട് ഇപ്പോൾ നിലവിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ബാക്ക് ലൈറ്റ് വന്നുകൊണ്ട് തന്നെ പിക്ചറൊക്കെ കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് LED ബാക്ക് ലൈറ്റ് പോയതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു TV ഏകദേശം ഒരു 5 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് നമ്മൾ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് കിട്ടിയപ്പോൾ ഇതുപോലെ LED ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് LEDകൾ വീക്കായത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ഡിസ്പ്ലേ എല്ലാം ഊരി LED ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ കംപ്ലയിൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പീരിയൻസ് കൊണ്ടാണ് കൂടുതലും മനസ്സിലായത്, LED ആണോ ബോർഡാണെന്നുള്ളത് എക്സ്പീരിയൻസ് കൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ചില മോഡലുകൾ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് നമ്മൾ മുമ്പും ചെയ്തിട്ടുള്ളത് കൊണ്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സീസോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ST പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു VA പാനലാണ്. LG അതുപോലെ BOE പോലെ ഒരു ഹാർഡ് പാനലോ അല്ലെങ്കിൽ IPS പാനലോ അല്ല, ഒരു VA പാനലാണ്. എന്നാലും ലൈഫ് അത്യാവശ്യം കിട്ടുന്ന ഒരു പാനൽ തന്നെയാണ്. HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേകൾ 4Kനെ കമ്പയർ ചെയ്യുമ്പോൾ പൊതുവേ VA പാനലിലും അത്യാവശ്യം ലൈഫ് കിട്ടാറുണ്ട്. അപ്പോൾ 4Kയിൽ മാത്രമാണ് നമുക്ക് VA പാനലിൽ ലൈഫ് പൊതുവേ കുറവായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ സ്കെയിലർ ബോർഡ് ബോഡിയായിട്ട് ചെറുതായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് നമ്മളത് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു കോഫ് നമ്മൾ ഈ സ്കെയിലർ ബോർഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് കോഫൊക്കെ ഇളകി കഴിഞ്ഞാൽ വീണ്ടും ഡിസ്പ്ലേ ലൈൻസ് അതുപോലെ ഡിസ്പ്ലേ ഡാമേജ് ആവുന്നതിൻ്റെ കാരണമാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഫ്രെയിം ഇതുപോലെ ഇങ്ങനെ തിക്കി എടുക്കുകയാണ്. അതായത് ഓരോ TVക്ക് ഓരോ ടൈപ്പാണ്, ചിലതിന് സ്ക്രൂ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ ഒട്ടുമിക്ക TVകളിലും വരുന്നതെല്ലാം ലോക്കാണ്. ഇത്തരത്തിൽ പ്ലാസ്റ്റിക് അതിൻ്റെ ഫ്രെയിം അതിൻ്റെ ബോഡിയായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇത്തരത്തിൽ വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ TV ഒറ്റയ്ക്ക് സർവീസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നാലോ അല്ലെങ്കിൽ അതൊരു വീഡിയോ കാണുമ്പോഴോ നമുക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓടിപ്പോയിട്ട് അഴിക്കാൻ നിൽക്കുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിന് ഈ ഒരു ഡിസ്പ്ലേക്ക് പറഞ്ഞ പോലെ നമ്മൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 5000 to അല്ലെങ്കിൽ 6000 ഒക്കെ റേറ്റ് ഈ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ചിലവ് വരുന്നുണ്ട്.
ഒരു ബേസിക് ആയിട്ടുള്ള നോളേജും ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ഡിസ്പ്ലേ അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഫേസ് ചെയ്യാനുള്ളൊരു ഇത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം പല ആളുകളും നമ്മുടെ അടുത്ത് അങ്ങനെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. കുറേ എല്ലാവരും എന്നല്ല, ചില ആളുകൾ ഇത്തരത്തിൽ വീഡിയോ കണ്ടിട്ട് അഴിച്ചു നോക്കിയിട്ട് പിന്നീട് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്, അല്ലാതെ ആരെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് പറയല്ല. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേയും അതിൻ്റെ ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇവിടെ LED നമുക്ക് കാണാം. 2 LED സ്ട്രിപ്പാണ് വരുന്നത്. 5 LED ഉള്ള 2 LED സ്ട്രിപ്സാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള LEDകൾ സാധാരണ വരുന്നത് 6 വോൾട്ടാണ്. അത് 6 വോൾട്ടുള്ള 5 LED ആണ് ഒരു സ്ട്രിപ്പിൽ വരുന്നത്. അപ്പോൾ 30 വോൾട്ടാണ് ഒരു LED സ്ട്രിപ്പ് വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ്. അങ്ങനെ 2 എണ്ണമാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. അപ്പോൾ അതിൽ ഈ 6 വോൾട്ട് LEDകളാണ് കൂടുതലും ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് വർക്ക് ചെയ്യും, ഇടയ്ക്ക് വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങൾ കൂടുതലും കാണിക്കാറുള്ളത്. അപ്പോൾ അതിൽ ചില LEDകൾ വീക്ക് ആവാറുണ്ട്. അതിൽ വോൾട്ടേജ് റീഡ് ചെയ്യുന്ന മെഷർ ചെയ്യുന്ന സമയത്തൊക്കെ ചിലതിൽ ചെറിയ വേരിയേഷൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. LEDകളെ വോൾട്ടേജൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ താഴത്തെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 27 വോൾട്ട് ഏകദേശം ഈ ചെക്കറിൽ കാണിക്കുന്നുണ്ട്. ചെക്കറിൽ എപ്പോഴും കുറച്ച് വോൾട്ടേജ് കുറവാണ് കാണിക്കുന്നത്, ഫുൾ വോൾട്ടേജ് അതിനകത്ത് കാണിക്കില്ല. അപ്പോൾ ഇവിടെ താഴത്തെ LED സ്ട്രിപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 27 വോൾട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. തൊട്ട് മുകളിലുള്ള LED സ്ട്രിപ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വോൾട്ടേജ് കാണിക്കും 24.8 ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 3 വോൾട്ടേജോളം കുറവാണ്. അപ്പോൾ മേലത്തെ LED സ്ട്രിപ്പിലെ LEDകൾ വീക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് LED വർക്ക് ചെയ്യാതും പിന്നീട് നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്ത് കണക്ട് ചെയ്തപ്പോൾ വർക്ക് ചെയ്തും. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഒരുപാട് TVയിൽ കിട്ടിയിട്ടുണ്ട്. MIയുടെ തന്നെ സെയിം മോഡൽ തന്നെ മുമ്പും ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതേ പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി LED ബാക്ക് ലൈറ്റ് കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൺഫേം ആയി ഈ ഒരു LED ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് തന്നെയാണ് ഈ ഒരു പിക്ചർ വരാത്തതെന്നുള്ളത്. അപ്പോൾ ബോർഡിൻ്റെ LED ഡ്രൈവിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടും അല്ലെങ്കിൽ വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് കൊണ്ടും ഇത്തരത്തിൽ പിക്ചർ കാണാതെ വരാം. പക്ഷേ ഇവിടെ ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ള LED ബാക്ക് ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ചെയ്യാനുള്ളത് LED രണ്ടും റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടുള്ള 2 LEDകളും മാറുന്നുണ്ട്. അപ്പോൾ പോയത് മേലത്തെ ആണെങ്കിൽ 2 എണ്ണം മാറുന്നുണ്ട്. അതിന് കാരണം രണ്ടും ഒരേ ഏജിലുള്ള LEDകളാണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം മാറിയാലും തൊട്ട് താഴെയുള്ള LED എപ്പോൾ വേണമെങ്കിൽ പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ LEDകൾ മാറുമ്പോൾ എപ്പോഴും ഫുൾ സെറ്റായിട്ട് തന്നെയാണ് മാറാൻ എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്തരത്തിൽ 2 സ്ക്രൂ വെച്ചിട്ടാണ് അത് ബോഡിയായിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2 റബ്ബറിൻ്റെ ഒരു ബുഷ് കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട്, ഒരു ലോക്കിംഗ് സിസ്റ്റം കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇത്തരത്തിൽ നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് അതും റിമൂവ് ചെയ്തിട്ടാണ് LED ഇതിൻ്റെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സെയിം LED തന്നെ TCL എന്ന് പറഞ്ഞ ബ്രാൻഡിലും വരുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ രണ്ടും വേറെ വേറെ മോഡലാണെങ്കിലും സ്പെയറുകളെല്ലാം ഒരുവിധം സിമിലറാണ്. അപ്പോൾ TCL എന്ന മോഡലിലും ഈ ഒരു സെയിം LED ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് കാണാം, ഇതാണ് ഇതിൻ്റെ പോയിട്ടുള്ള 2 LED സ്ട്രിപ്സ്. അപ്പോൾ അത് നമ്മൾ മാറി പുതുതായിട്ടുള്ള LED ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന LED സ്ട്രിപ്സ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ TV പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം മെറ്റൽ ബോഡി ഉള്ള TVകൾ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു TV മെറ്റൽ ബോഡിയാണ്. ഈ മെറ്റൽ ബോഡി ആയിട്ട് പോലും ഈ ഒരു TV 5 വർഷമായപ്പോഴത്തേനും ഇതിൻ്റെ ബാക്ക് ലൈറ്റ് കംപ്ലയിൻ്റ് ആയി. അപ്പോൾ നമുക്ക് കൂടുതൽ ഇപ്പോൾ വരുന്ന TVകളിൽ ഈ വില കുറഞ്ഞിട്ടുള്ള ഒരു 15,000 രൂപ താഴെ വരുന്ന 43 ഇഞ്ച് TVകളിലൊക്കെ LED ലൈറ്റ് കറക്റ്റ് ഒരു 1.5 വർഷമാകുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്ന LED ലൈറ്റ് പൊതുവേ ഒരു മീഡിയം ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പോലും ഈ ബോഡി എല്ലാം വരുന്നത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഈ LED വർക്ക് ചെയ്യുന്ന ഹീറ്റൊന്നും ഈ ബോഡിയോട്ട് അബ്സോർബ് ആവില്ല. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത് അബ്സോർബ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് LED ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് LEDകൾ പെട്ടെന്ന് പോകുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത് ഇപ്പോൾ മാക്സിമം നിങ്ങൾ TV വാങ്ങുമ്പോൾ മെറ്റൽ ബോഡി ഉള്ള TVകൾ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. LEDക്ക് കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടാനും അതുപോലെ ചൂട് കുറച്ചുകൂടെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലും മെറ്റൽ ബോഡി ഉള്ള TVകൾക്കാണ്. എന്ന് കരുതി പഴയ വീഡിയോകോൺ ഫിലിപ്സൊക്കെ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 8-10 വർഷങ്ങൾക്ക് മുമ്പ് LED TVകൾ ഇറക്കിയിരുന്നു. അതിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. പക്ഷേ ആ ഒരു LEDയും ഈ ഒരു LEDയും തമ്മിൽ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന LEDകൾ അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടും അതുപോലെ ബോഡി പ്ലാസ്റ്റിക് ആയതുകൊണ്ടും പെട്ടെന്ന് ഈ ഒരു ലൈറ്റ് കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് TV വാങ്ങുമ്പോൾ മാക്സിമം മെറ്റൽ ബോഡിയുള്ള TVകൾ തന്നെ വാങ്ങുന്നതാണ് നല്ലത്. അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രീമിയം TVകളിലും അതുപോലെ ഒരു മിഡ് റേഞ്ച് TVകളിലൊക്കെ മെറ്റൽ ബോഡി തന്നെയാണ് വരുന്നത്. ഏറ്റവും ചീപ്പായിട്ട് വരുന്ന ഈ 20,000 രൂപ താഴെ അല്ലെങ്കിൽ 15,000 രൂപ താഴെ വരുന്ന TVകളാണ് കൂടുതലും പ്ലാസ്റ്റിക് ബോഡി കണ്ടിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ഷീറ്റിനകത്തുള്ള കുറച്ച് കാർബണൊക്കെ അതുപോലെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ ഒരു അകത്തുണ്ടായിരുന്നൊരു ഡിഫ്യൂഷൻ ഷീറ്റിലും കുറച്ച് കാർബൺ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വളരെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ റിഫ്ലക്ടർ ഷീറ്റ് ആൾറെഡി നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഡിഫ്യൂഷൻ ഷീറ്റ് കൂടെ പ്ലേസ് ചെയ്ത ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്.
അതുപോലെ നിങ്ങളുടെ കയ്യിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ടി വികളുണ്ട്, നിങ്ങൾക്കത് നന്നാക്കണ്ട, അത് അങ്ങനെ വാങ്ങാനോ അല്ലെങ്കിൽ വേറെ ടി വികൾ സെക്കൻഡ് ടി വികളൊക്കെ എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ടി വി എടുക്കുന്ന ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ അത്യാവശ്യം നമുക്ക് അതിൻ്റെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ കാര്യം പറയുക. ഡിസ്പ്ലേ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. അതുപോലെ എല്ലാ മോഡലും നമുക്ക് എടുക്കാൻ പറ്റില്ല. കോമൺ സൈസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ ആവശ്യം വരുന്ന റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ടി വി എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ടി വി സെയിൽ ചെയ്യാനോ അതുപോലെ സെക്കൻഡ് ബൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കൊച്ചിയിലെ കടവന്ത്രയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ടി വി സർവീസ് ചെയ്യണമെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് പിക്കപ്പും ഡെലിവറിയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ സർവീസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടി വി സർവീസ് ചെയ്യണ വന്നിട്ടുണ്ടെങ്കിൽ അത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കാലം അത് യൂസ് ചെയ്യാം, അതുപോലെ അത് ചെയ്യുന്ന വർത്താണോ അല്ലെങ്കിൽ ഏകദേശം എത്ര കോസ്റ്റ് ആവും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണ് നിങ്ങളത് പറയുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ അയയ്ക്കുക. വീഡിയോയും അതുപോലെ അതിൻ്റെ മോഡൽ നമ്പർ അയക്കുകയാണെങ്കിൽ നമുക്കതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളതിൻ്റെ ആ ഒരു സ്കെയിലർ ബോർഡ് പ്രോപ്പറായിട്ട് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഷവോമിയുടെ ഒരു ടി വി പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ടി വി നല്ലതാണെന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ പൊതുവെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഷവോമി ഒരു മിഡ് റേഞ്ച് ടി വിയാണ്. അത് അധികം കംപ്ലയിൻറ്റ്സ് ഒന്നും പറയാനും ഇല്ല. അത് അധികം അത്ര ഒരു അല്ലെങ്കിൽ മറ്റ് നല്ല ബ്രാൻഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു മോശം പറയാനും ഇല്ല. ഒരു മിഡ് റേഞ്ച് ടി വികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈ പറഞ്ഞ ഡിസ്പ്ലേകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേകൾ ഷവോമിക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന 43 ഇഞ്ച് 4K 55 ഒക്കെ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേകൾ തന്നെയാണ് ഒട്ടുമിക്ക ടി വികളും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മോശം കമ്പനി അല്ലെങ്കിൽ ഒരുപാട് ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റൊന്നും അല്ലെങ്കിൽ ഒരുപാട് പ്രീമിയം എന്നൊന്നും പറയാനില്ല. ഒരു മിഡ് റേഞ്ച് ടി വിയാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഈ ടി വി നല്ല ഒരു വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടി വികൾ ഉണ്ടെങ്കിൽ കംപ്ലയിൻസ് ഒക്കെ ആണെങ്കിൽ നന്നാക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ ഉപയോഗിക്കാം. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു ടി വി അതിൻ്റെ സ്കെയിലർ ബോർഡും LVDs ഒക്കെ കണക്ട് ചെയ്തിട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ ലോഗോയൊക്കെ വന്നിട്ടുണ്ട് MI എന്നൊക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ LED ലൈറ്റ് ചെക്ക് ചെയ്ത സമയത്ത് വീണ്ടും കണക്ട് ചെയ്തപ്പോൾ അത് ഓണായി ഇതുപോലെയൊക്കെ വന്നതാണ്. പക്ഷേ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ആ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ നമ്മളത് പ്രോപ്പറായിട്ട് അതിൻ്റെ റെക്ടിഫൈ ചെയ്ത് ആ ഒരു സ്പെയർ മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ബാക്ക് കവറും അതുപോലെ താഴെ ഉണ്ടായിരുന്ന സ്പീക്കറിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് കവറൂടെ ഇതുപോലെ സ്ക്രൂ ചെയ്ത് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ ബോഡിയുടെ അകത്തുണ്ടായിരുന്ന ആ ഒരു പൊടിയും ഡസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാ ടി വിയിലും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഈ വീഡിയോ തുടക്കത്തിൽ കാണിച്ചിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് സീസോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ST പാനലാണ്. അതൊരു VA പാനലാണ്. അപ്പോൾ VA പാനലും IPS പാനലും അതുപോലെ BOE A+ ഗ്രേഡ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ VA പാനൽ പൊതുവേ ലൈഫ് ഈ 4Kയിലോട്ട് വരുമ്പോൾ ലൈഫ് കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൈ കൊണ്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇതേപോലെ കളർ ചേഞ്ച് വരും. അത് ഇത്തരത്തിൽ കൂടുതലും കാണുന്നത് VA പാനൽസിലാണ്. അപ്പോൾ 4K വാങ്ങുന്ന ടൈമിൽ നിങ്ങൾ VA പാനലുകൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് IPS അല്ലെങ്കിൽ A+ ഗ്രേഡ് ഡിസ്പ്ലേ ഉള്ള ടി വികളാണ് കുറച്ചുകൂടെ നല്ലത്. ലൈഫും അതുപോലെ പിക്ചർ ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കാണാം, നമുക്ക് ആ ഒരു പിക്ചറിൻ്റെ ക്രിസ്റ്റൽസ് അതുപോലെ അത്ര ഒരു ക്ലിയർ അല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്പയർ ടു ഈ BOE അല്ലെങ്കിൽ LGയുടെ IPS ഡിസ്പ്ലേകൾ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് BOEയുടെ ഡിസ്പ്ലേ അതുപോലെ LG ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് വ്യൂവിങ് ആംഗിളൊക്കെ ബെറ്ററാണ്, ഇതിനേക്കാൾ എത്രയോ ബെറ്ററാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര ഒരു ബെറ്റർ എന്ന് പറയാമല്ല, എന്നാലും ഒരു ആവറേജ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പിക്ചർ ക്വാളിറ്റി ഈ ഒരു VA പാനൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ VA പാനലിനേക്കാൾ എന്തുകൊണ്ടും ലൈഫിലും പിക്ചറിലും കുറച്ചുകൂടെ ബെറ്റർ LG അല്ലെങ്കിൽ BOEയിൽ വരുന്ന A+ ഗ്രേഡ് ഡിസ്പ്ലേകളാണ്. അപ്പോൾ എല്ലാ VA പാനലും മോശമെന്ന് ഒരിക്കലും പറയുന്നില്ല. 4Kയിലോട്ട് വരുമ്പോൾ കംപ്ലയിൻറ്റ്സ് കൂടുതൽ VA പാനലാണ്. അപ്പോൾ കമ്പയർ ടു ഇതുപോലെ LG BOEനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് ഈ VA പാനലുകൾക്ക് 4Kയിൽ ലൈഫ് കുറവാണ്. വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.